അജിംഷാദ്. തീർച്ചയായും അതുപോലെ തന്നെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന സമിതിക്ക് മുന്നോടിയായുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം യോഗങ്ങൾ ചേരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തേക്കും. ഗായത്രി. അജിംഷാദ്, ഇന്ന് CPMന്റെ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. നാളെയും മറ്റന്നാളും സെക്രട്ടേറിയറ്റ് കമ്മിറ്റികൾ ചേരുന്നുണ്ട്. കൂടാതെ 16-ന് LDF യോഗം ചേരുന്നുണ്ട്. ഈ മാസം അവസാനം കേന്ദ്ര കമ്മിറ്റി യോഗവും തലസ്ഥാനത്താണ് ചേരുന്നത്. അത്തരത്തിൽ തുടർച്ചയായ നേതൃയോഗങ്ങൾ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പാർട്ടി. ഇതിലൊക്കെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളായിരിക്കും പ്രധാന ചർച്ചയായിട്ട് വരിക. തെരഞ്ഞെടുപ്പിനായുള്ള സജ്ജീകരണങ്ങൾ, തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ ഒരു യോഗത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കുക. ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രധാനമായും നവകേരള സദസ്സ് ഒരു പ്രധാന ചർച്ചയായിട്ട് വരും എന്ന് തന്നെയാണ് അറിയുവാൻ സാധിക്കുന്നത്. നവകേരള സദസ്സിന്റെ ഇമ്പാക്ട്, നവകേരള സദസ്സ് കൊണ്ട് ഉണ്ടായ നേട്ടങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുക എന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ അടുത്ത കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു പ്രതിഷേധ പരിപാടികളും, പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രതിഷേധ പരിപാടികളും, അവർ നടത്താനിരിക്കുന്ന സമരങ്ങൾക്ക് വേണ്ടി ബദൽ എന്ത് മാർഗം സ്വീകരിക്കണം, എന്ത് സമര പരിപാടികൾ അല്ലെങ്കിൽ അവർ നടത്തുന്ന സമരങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന അടക്കം കാര്യങ്ങൾ ഇന്നത്തെ CPM സെക്രട്ടേറിയറ്റിൽ പ്രധാന ചർച്ചാ വിഷയമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടക്കുകയാണ് കേരളം. ശരി, സൂര്യഗായത്രിയാണ് വിവിധ വിഷയങ്ങളിലുള്ള വിശദാംശങ്ങൾ നൽകിയത്. KPCC പ്രസിഡന്റ് K. സുധാകരൻ നൽകിയ